ഹാലലൂയ, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, ഹാലലൂയ, പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോസ് ഫാമിലി പ്രെയർ ഗ്രൂപ്പ് എന്ന ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം എന്നെ ഇടയാക്കിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഗ്രൂപ്പിൻ്റെ അഡ്മിനായി പ്രവർത്തിക്കുന്ന മിസ്റ്റർ റോസ്ലിൻ അവർകൾ, മറ്റ് അഡ്മിന്മാർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഹല്ലേലൂയ. ഓ താങ്ക് യു ജീസസ്. അല്പസമയ ചിന്തയ്ക്ക് വേണ്ടി നമുക്കൊരു വചനം വായിക്കാം. നഹൂമിൻ്റെ പുസ്തകം 1-ാം അധ്യായം 7-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. നഹൂം 1:7. യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു, തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗീയ നല്ല പിതാവേ, ഈ വചനം അങ്ങേക്കൊടുത്ത വചനം സംസാരിപ്പാൻ അടിയൻ്റെ നാവോടുകൂടെ ഇരിക്കണമേ. കേൾക്കുന്ന വചനം എല്ലാവരുടെയും ജീവിതത്തെ വിടുതലാക്കി അങ്ങ് തീർക്കണമേ. കർത്തായ തടസ്സങ്ങൾ ഉണ്ടാകുവാൻ അനുവദിക്കരുത്. അങ്ങ് തന്നെ കൂടെ ഇരുന്ന് മാനിച്ച കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. പ്രൈസ് ലോർഡ്. നാം വായിച്ചത് നഹൂമിൻ്റെ പുസ്തകം 1-ാം അധ്യായം 7-ാമത്തെ വാക്യമാണ് വായിച്ചത്. യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു, തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. എൻ്റെ വിഷയം ഇതാണ്. യഹോവയായ ദൈവം ആരെയെല്ലാം അറിയുന്നു എന്നാണ് എൻ്റെ വിഷയം. ഹല്ലേലൂയ. അതേ നാം വായിച്ചു. യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണമാകുന്നു, തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. ഒന്ന്, ദൈവം അറിയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം അറിയുന്നു. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ നിശ്ചയമായി നാം ദൈവത്തിലാണ് ആശ്രയിക്കുന്നതെങ്കിൽ ദൈവം നമ്മെ അറിയും. ഹല്ലേലൂയ. അതേ നാം മനുഷ്യരിലല്ല ആശ്രയിക്കേണ്ടത്, യഹോവയിൽ അത്രയും നാം ആശ്രയിക്കേണ്ടത്. അങ്ങനെ നാം യഹോവയിൽ ആശ്രയിച്ചാൽ നിശ്ചയമായും അതേ ആ ദൈവം നമ്മെ അറിയും. യഹോവയായ ദൈവം നമ്മെ അറിയും. അവിടെ വായിച്ച് യഹോവ നല്ലവനും കഷ്ടദിവസത്തെ ശരണമാകുന്നു, തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. അതേ പ്രിയ ദൈവത്തിലെ നീ മനുഷ്യനല്ല ദൈവത്തിൽ ആശ്രയിച്ചാൽ നിശ്ചയമായി ദൈവം നിന്നെ അറിയും. ഹല്ലേലൂയ. നിന്റെ വിഷയത്തിൽ ഇറങ്ങി വരും. ഹല്ലേലൂയ. ആരും നിന്നെ അറിയാതിരിക്കുമ്പോൾ നിശ്ചയമായി നിന്നെ അറിയുന്നൊരു ദൈവം നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ നിശ്ചയമായി അവിടെ വായിച്ച യഹോവ നല്ലവന് കഷ്ടദിവസത്തെ ശരണവുമാകുന്നു. അടുത്ത് പറയുക, തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. അതേ സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്, മനുഷ്യൽ ആശ്രയിക്കുന്നതിൽ അതേ മനുഷ്യൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അതേ പ്രിയ ദൈവത്തിലെ നാം യഹോവയിലാണ് ആശ്രയമെങ്കിൽ, നമ്മുടെ ആശ്രയമെങ്കിൽ ആ ദൈവം നമ്മെ അറിയും. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ നമ്മുടെ ആശ്രയം ദൈവത്തിലാണോ അതോ മനുഷ്യരിലാണോ? മനുഷ്യനിൽ നീ ആശ്രയിച്ചാൽ നീ പരാജയപ്പെട്ടു പോകുമെന്നാൽ നിന്റെ ആശ്രയം, അതേ നമ്മുടെ ഓരോരുത്തരുടെ ആശ്രയം ദൈവത്തിലാണെങ്കിൽ നിശ്ചയമായി നാം പരാജയപ്പെട്ടു പോകത്തില്ല. നമുക്കറിയാം, ദൈവത്തിൽ ആശ്രയിച്ചൊരു വ്യക്തിയാണ് നമുക്ക് അത് അറിയാം. ഹന്ന എന്ന മാതാവ്, ഹല്ലി സുദ്രം, ഹന്ന എന്ന സഹോദരി എൽക്കാനയുടെ അതേ സുദ്രം അതേ ഭാര്യമാരിൽ ഒരുത്തിയായ ഹന്ന, അതേ ഹന്ന ആശ്രയിച്ചത് അത് ദൈവസന്നിധിയിലാണ്. അതേ പ്രിയ ദൈവത്തിലെ ഹാലിൽ നമുക്കറിയാം, അതേ ഹന്നയുടെ പ്രതിയോഗിയായ അതേ സ്വത്രം പെനീന നിമിത്തം താൻ വേദനപ്പെട്ടപ്പോൾ താൻ ആശ്രയിച്ചത് അത് ദൈവസന്നിധി അത്രേ. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ തൻ്റെ ആശ്രയം ദൈവസന്നിധി ആയതുകൊണ്ട് അതേ ആ മറിച്ച് അവൾ ആ ഹന്ന എന്ന മാതാവ് അതേ ഭവനത്തിലിരുന്ന് കരഞ്ഞിരുന്നുവെങ്കിൽ, അതേ ഭവനത്തിലിരുന്നാണ് കരഞ്ഞതെങ്കിൽ പെനീന, അതേ പ്രതിയോഗിയായ പെനീന വീണ്ടും വീണ്ടും അവളെ കുത്തി നോവിക്കുമായിരുന്നു. എന്നാൽ അവൾ ഓടി ചെന്നത് ദൈവസന്നിധിയില. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ നീ ദൈവസേനയിലാണ് നിന്റെ ആശ്രയമെങ്കിൽ നീ പരാജയപ്പെട്ടു പോകത്തില്ല കേട്ടോ. നിശ്ചയമായി അവിടെ വായിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അവൾ ആശ്രയത്തിനായി ഓടിയത് ഈ ഹന്ന എന്ന മാതാവ് ആശ്രയത്തിന് പോയത് അത് ഒരു മനുഷ്യന്റെ അടുക്കലേക്കല്ല, അതേസമയം അവളുടെ ഭർത്താവിന്റെ അടുക്കലേക്കല്ല, അവളുടെ ബന്ധുമിത്രാദികളുടെ അടുക്കലേക്കല്ല അവൾ പോയത്. ആ മാതാവ് പോയത് ദൈവസന്നിധിയിലേക്കാ പോയത്. അവിടെ ചെന്നപ്പോൾ നമുക്കറിയാം, അതേ തന്റെ ജീവിതത്തിലെ വേദന കാരണം, അതേ തന്റെ ജീവിതത്തിലെ ഹൃദയഭാരം നിമിത്തം അവളുടെ ശബ്ദം മാത്രം അതേ പുറത്തു വരാതെ അവളുടെ ചൂണ്ടുകൾ അനങ്ങുന്നത് കണ്ടതായ ഏലി പുരോഹിത അവളെ തെറ്റിദ്ധരിക്കുക. ഏലി പുരോഹിതൻ പറയാ, നിന്റെ വീഞ്ഞ് ഇറങ്ങട്ടെ എന്ന്. ആ സമയത്ത് ആ മാതാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ആ സഹോദരി പറയുന്ന ഒരു കാര്യമുണ്ട്, അയ്യോ യജമാനെ, എന്നൊരു നീച സ്ത്രീയായി കാണരുതേ, എന്റെ ഹൃദയം ദൈവസനെ പകരുകയത്രേ ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൽ നീ ദൈവസനയിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ വിഷയം നീ
ദൈവസനയിൽ ഏൽപ്പിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ പരാജയപ്പെട്ടു പോകത്തില്ല. അവിടെ വായിക്കുന്ന കാര്യപ്രകാരമാണ്, പിന്നെ അവിടെ മുഖം എന്ത് ചെയ്തില്ല, വാടിയതുമില്ല. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ, നീ ദൈവസന്നിധിയിരുന്നാൽ നിന്റെ മുഖം വാടത്തില്ല. എന്നാൽ നീ മനുഷ്യന്റെ അടുക്കലേക്ക് പോയി നിന്റെ ദുഃഖങ്ങൾ പങ്കുവെച്ചാൽ അത് നിന്റെ മുഖം വീണ്ടും വാടും. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ, നീ നിന്റെ ആശ്രയം ദൈവത്തെങ്കിലാണെങ്കിൽ നിശ്ചയമായി നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. അതേ പ്രിയതിൽ അവിടെ വായിച്ചു, യഹോവ നല്ലവന് കഷ്ടദിവസത്തെ ശരണമാകുന്നു, തങ്കൽ ആശ്രയിക്കുന്നവരാൻ അവൻ അറിയുന്നു. അതേ പ്രിയ ദൈവത്തിലെ, നിന്റെ ആശ്രയം ദൈവത്തിലാണോ, നിശ്ചയമായി നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. ഓ റമാനഗുരബല വൈശ്യരികതിരമന വൈഡമന, അതേ കുഞ്ഞെ, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സ്വർഗം നിന്നോട് കൂടെയുണ്ട് കേട്ടോ. അതേ 2 തിമോഥെയോസ് 2:19 ഇപ്രകാരം പറയുന്നുണ്ട്, അതേ കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. അതേ പ്രിയതയിൽ അവിടെ വായിച്ചു, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. ഹല്ലേലൂയ. അതേ പ്രിയതയിൽ നാം കർത്താവിനുള്ളവരാണെങ്കിൽ നിശ്ചയമായി കർത്താവ് നമ്മെ അറിയും. ഹല്ലേലൂയ. അതേ നമുക്കറിയാം, അവിടെ വായിച്ചു, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. അതേ പ്രിയ ദൈവത്തിലെ, എങ്ങനെയാ തനിക്കുള്ളവർ ആകുന്നതെന്ന് നമുക്ക് നോക്കാം. അത് യോഹന്നാന്റെ പുസ്തകം, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. അവിടെ വായിക്കുന്ന ഇപ്രകാരമാണ്, Oh, thank you, Jesus. Hallelujah. Oh, രഗതിരമന വൈഡമന. ഹല്ലേലൂയ. അതേ പ്രിയദേവിലെ, ആ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ അവിടെ വായിക്കുന്ന ഇപ്രകാരം, ഞാൻ നല്ല ഇടയൻ, പിതാവിനെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യും. ഹല്ലേലൂയ. നാം ഒരു ദൈവ പൈതലാണെങ്കിൽ, ദൈവത്തിന്റെ മകനാണ്, മകളാണ് എങ്കിൽ അത് നിശ്ചയമായി ദൈവം നമ്മെ അറിയും. ഹല്ലേലൂയ. അവിടെ വായിച്ചു, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. അതേ പ്രിയ ദൈവത്തിലെ, നമുക്കുള്ളവർ നമ്മെ അറിയാതിരിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ അതേ പ്രിയപ്പെട്ടവൻ, അതേ നമ്മുടെ ജീവിത പങ്കാളി, അതേ നമ്മുടെ മക്കൾ നമ്മെ അറിയാതിരിക്കുമ്പോൾ, നമ്മുടെ വേദന അറിയാതിരിക്കുമ്പോൾ, നമ്മുടെ ഭാരങ്ങൾ അറിയാതിരിക്കുമ്പോൾ, നിശ്ചയമായി നമ്മെ അറിയുന്ന ഒരു സ്വർഗം നിന്നോട് കൂടെയുണ്ട്. അതേ നിശ്ചയമായി. അല്ലെങ്കിൽ നിന്റെ ചാച്ചക്ക നിന്നെ അറിയാതിരിക്കുമ്പോൾ, നിന്റെ മക്കൾ നിന്നെ അറിയാതിരിക്കുമ്പോൾ, നിന്റെ ജീവിത പങ്കാളി നിന്നെ അറിയാതിരിക്കുമ്പോൾ, നിശ്ചയമായി നിന്നെ അറിയുന്ന ഒരു സ്വർഗം നിന്നോട് കൂടെയുണ്ട് കേട്ടോ. നിന്റെ നെടുവീർ പറയുന്നൊരു ദൈവം, അതേ കുഞ്ഞെ, നിന്റെ ഉൾപ്പുകളെ നിലവുകളെ അറിയുന്ന ദൈവം നിന്നോട് കൂടെയുണ്ട്. നിന്റെ കണ്ണുനിര ആരും അറിയുന്നില്ല എങ്കിലും അതേ നിന്റെ കണ്ണിന് നാളുകൾ മറുപടി കൊണ്ട് കുഞ്ഞെ. എന്നെ കേൾക്കുന്ന ദൈവദാസിമാരെ, എന്നെ കേൾക്കാൻ പോകുന്ന വ്യക്തി ജീവിതമേ, നിശ്ചയമായി നിന്റെ കണ്ണിന് മറുപടിയുണ്ട്. നീ കർത്താവിനുള്ള വ്യക്തിയാണെങ്കിൽ നിശ്ചയമായി കർത്താവ് അറിയാം. അവിടെ വായിച്ച്, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. എങ്ങനെയാ കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നത്? അതേ അവിടെ വായിച്ചു, അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം വായിച്ചു, അതേ നാം കർത്താവിനുള്ളവരെന്ന് അറിയുന്നത് എങ്ങനെയാ? അതേ നിശ്ചയമായും നാം കർത്താവിൽ വസിക്കുകയാണെങ്കിൽ നാം കർത്താവിനുള്ളതാ. അതേ നാം ദൈവത്തിന്റെ മക്കളാണെങ്കിൽ അതേ നാം കർത്താവിനുള്ളവരാ. അതേ പ്രിയ ദൈവം, നമുക്കുള്ളവർ നമ്മുടെ വേദന അറിയാതിരിക്കുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ വേദന അറിയാതിരിക്കുമ്പോൾ, നിന്റെ വേദന അറിയുന്ന ദൈവം, നിന്റെ നെടുവേർപ്പ് അറിയുന്ന ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട്. നീ അതേ സൂത്രം വിടുന്ന, അതേ നീ അതേ ദീർഘശ്വാസം വിടുന്ന, അതേ നിശ്ചയമായി നെടുവേർപ്പെടുന്ന ആ നെടുവേർപ്പ് എന്താണെന്ന് എന്തിനാണെന്ന് പോലും നിന്റെ ഭർത്താവ് അറിയാതിരിക്കുമ്പോൾ, നിന്റെ ചൂട് നെടുവേർപ്പ് പോലും അറിയുന്ന ഒരു സ്വർഗം നിന്നോട് കൂടെയുണ്ട് കുഞ്ഞേ. അതുകൊണ്ട് നീ ഭാരപ്പെട്ടു പോകരുത്. നിന്നെ അറിയുന്നൊരു ദൈവം നിന്നോട് കൂടെയുണ്ട്. നിന്റെ തലമുറയുടെ വിഷയം അറിയുന്നൊരു ദൈവം നിന്നോട് കൂടെയുണ്ട്. നിന്റെ ജീവിത പങ്കാളിയുടെ വിഷയം നിനക്ക് അതേ അറിയുന്നൊരു ദൈവം നിന്നോട് കൂടെയുണ്ട്. അത് നീ ഓരോ ദിവസം ഇഞ്ചിഞ്ചായി അതേ കഷ്ടതയുടെ നടുവില് മരിച്ചു കൊണ്ടിരിക്കുകയാണോ? അതേ നീ കഷ്ടതയുടെ നടുവില് ദൈവമേ മരിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ഭാരപ്പെട്ടിരിക്കുകയാണോ? എന്നാൽ നിന്നെ അറിയുന്നൊരു ദൈവം നിന്നോട് കൂടെയുണ്ട്. അതേ നമുക്കറിയാം, യെഹെസ്കേലിന്റെ പുസ്തകത്തിലേക്ക് പോകുമ്പോൾ 37-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, യെഹെസ്കേൽ പ്രവാചകനെ അസ്ഥികളുടെ താഴ്വരെ കൊണ്ട് നിർത്തിയിട്ട് അതേ നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്. അസ്ഥികളുടെ താഴ്വരെ കാണിച്ചിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന്. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ, പലപ്പോഴും നിന്റെ അതേ പ്രതികൂല അവസ്ഥകളെ കണ്ട്, നിന്റെ പ്രതിസന്ധികളെ കണ്ട് നീ പലപ്പോഴും ചോദിക്കുന്നില്ലയോ, ഈ അസ്ഥികൾ ജീവിക്കുമോ? റിബാറമനക ഷൈഡമന അതരകമന വൈഡമന കുഞ്ഞേ. അതേ സൂത്ര അവിടെ പറയുന്ന
പറയുന്ന ഇപ്രകാരമാണ്. യെഹെസ്കേൽ പറയാ, കർത്താവേ അങ്ങറിയുന്നു, കർത്താവേ നീ അറിയുന്നു. അതേ പ്രിയ ദൈവത്തിലെ നിന്റെ ജീവിതത്തിലാ അതേ സ്വതന്ത്രം നിശ്ചയമായി അസ്ഥിയുടെ താഴ്വരെ നടുവിലാണോ നീ ആയിരിക്കുന്നത്, വരണ്ട നിലത്താണോ ആയിരിക്കുന്നത്, നിശ്ചയമായി നിന്നെ അറിയുന്നൊരു സ്വർഗമുണ്ട്. അതേ സ്വതന്ത്രം അതേ ജീവനില്ലാത്ത അതേ സ്വതന്ത്രം ആത്മാക്കളുടെ ഇടയിലാണോ നീ ആയിരിക്കുന്നത്, ദേശത്താണോ നീ ആയിരിക്കുന്നത്, നിശ്ചയമായി നിന്നെ അറിയുന്ന ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട് കേട്ടോ. അതേ പ്രിയ ദൈവം, നിശ്ചയമായി നിന്റെ ഭാരങ്ങൾ പ്രയാസങ്ങൾ അറിയുന്നൊരു ദൈവം നിന്നോട് കൂടെയുണ്ട്. എന്റെ വിഷയം ഇതാണ്, ദൈവം ആരെയെല്ലാം അറിയുന്നു. ഒന്ന് നാം ചിന്തിച്ചു, തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ നമ്മുടെ ആശ്രയം ദൈവത്തിലാണെങ്കിൽ നിശ്ചയമായി ദൈവം നമ്മെ അറിയും. ഹല്ലേലൂയ. അതെ, നമ്മുടെ ആശ്രയം മനുഷ്യനാണെങ്കിൽ പ്രഭുക്കന്മാരിലാണെങ്കിൽ അത് ദൈവം നമ്മെ അറിയത്തില്ല. നമ്മുടെ ആശ്രയം ദൈവത്തിലാണെങ്കിൽ നിശ്ചയമായി ദൈവം നമ്മെ അറിയും. പ്രിയരമനക ഷൈഡമന അതിരകമന വൈഡമന. അതേ അടുത്ത നാം ചിന്തിച്ചു, അത് കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. അതേ നാം കർത്താവിനുള്ളവരാണെങ്കിൽ അത് കർത്താവ് നമ്മെ അറിയും. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ അതേ നാം മക്കളെങ്കിൽ അവകാശികളാ. നാം ദൈവത്തോട് അവകാശത്തോടെ ചോദിക്കുന്നുവെങ്കിൽ, യാചിക്കുകയല്ല, അവകാശം പറഞ്ഞ് നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിശ്ചയമായും നമ്മുടെ അവകാശത്തെ തരുന്ന ഒരു സ്വർഗം നമ്മോട് കൂടെയുണ്ടെന്നേ. അതരഗമന വൈഡമന. അതേ കുഞ്ഞേ, നിന്റെ വിഷയത്തിൽ ഇറങ്ങി വരുന്ന ഒരു സ്വർഗം നിന്നോട് കൂടെയുണ്ടെന്നേ. അതരഗമന വൈഡമന റിബ റമനക ഷേഖേ ദുരമന വൈഡമന. അതേ കുഞ്ഞേ, നിശ്ചയമായി അവിടെ വായിച്ചു, തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. അടുത്ത നാം ചിന്തിച്ചു, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. മൂന്നാമത് കർത്താവ് ആരെ അറിയുന്നു എന്ന് ചോദിച്ചാൽ, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്നു, ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണോ, ദൈവം നിശ്ചയമായി നിന്നെ അറിയും. പ്രിയരമനക ഷൈഡമന അധരഗമന വൈഡമന. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിൽ അവിടെ വായിച്ചു, ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണോ, നിശ്ചയമായി ദൈവം നമ്മെ അറിയും. പ്രിയരമനക ഷൈഡമന അതരഗമന വൈഡമന. കുഞ്ഞേ, അത് നിന്റെ വിഷയമല്ല, നീ ഭാരപ്പെടേണ്ട കേട്ടോ. ദൈവം നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ അറിഞ്ഞിരിക്കും. പ്രിയരമനക ഷൈഡമന അതരഗമന വൈഡമന അറഗദുരബല ഷൈഡമന. ഹല്ലേലൂയ. ആർക്കും വേണ്ടാതെ കിടന്നതായ അതേ സ്വതം ചേറ്റിൽ കിടന്ന നമ്മെ ദൈവം തെരഞ്ഞെടുത്തുവെങ്കിൽ ദൈവത്തിന് പദ്ധതിയുണ്ട് കേട്ടോ. അത് എന്റെ ഒരു സാക്ഷ്യം പറയാം. ഹല്ലേലൂയ. അതേ സ്വത്രം ഞാൻ എപ്പോഴും പറയുന്നത്, പലപ്പോഴും ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ള വിഷയമാ. അതേ യാതൊരു യോഗ്യതയുമില്ലാതിരുന്ന അതേ സ്വത്രം അതേ എന്റെ അനുഭവ സാക്ഷ്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞു പോകും. കാരണം അത്രത്തോളം തീയുടെ അതേ അവസ്ഥയിൽ കൂടി, കഷ്ടതയുടെ തീച്ചുള്ളിൽ കൂടി കടന്നുപോയ അതേ അവസ്ഥകൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. യാതൊരു യോഗ്യതയുമില്ലായിരുന്ന അതേ സ്വത്രം അതേ ഞാൻ പലപ്പോഴും ഹല്ലേലൂയ എന്റെ ബന്ധുക്കൾ ഹല്ലേലൂയ അതേ സംഗീതനക്കാരൻ പറയുന്നത് പോലെ ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു എന്ന് സംഗീതനക്കാരൻ പറഞ്ഞതുപോലെ എന്റെ ബന്ധുക്കൾക്ക്, എന്റെ ചാർച്ചക്കാർക്ക്, എന്റെ പ്രിയപ്പെട്ടവർക്ക് ഞാനൊരു അത്ഭുതമാ. കാരണം എന്താണെന്നറിയാവോ, അതേ സ്വത്രം ഞാനൊരു അതേ സ്വത്രം ഒരു സ്വത്രം വല്ലാത്ത സൈലന്റ് മനോഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ. എന്നെ ദൈവം എടുത്തുപയോഗിച്ചാൽ ഹല്ലേലൂയ അതേ സ്വത്രം രണ്ടുപേരുടെ മുമ്പിലെങ്കിലും വചനം സംസാരിക്കാൻ നിർത്തിയത് എന്റെ കഴിവല്ല, എന്റെ മിടുക്കല്ല, ദൈവം എന്നെ തിരഞ്ഞെടുത്ത് കൊണ്ടത്രേ. അതേ പ്രിയ ദൈവത്തിലെ നിന്നെയും ഹല്ലേലൂയ ദൈവം തിരഞ്ഞെടുത്തതാകട്ടോ. ഹല്ലേലൂയ. അതേ സ്വത്രം ഒരു ദൈവകൃപ ഇല്ല എങ്കിൽ അതേ രണ്ടുപേരുടെ മുമ്പിൽ പോലും നമുക്ക് വചനം സംസാരിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അതേ ദൈവം നമ്മെ തിരഞ്ഞെടുത്തില്ല. ദൈവത്തിന് ആഴമായ പദ്ധതി ഉണ്ട് കേട്ടോ. നിശ്ചയമായി നിന്നെയും എന്നെ തിരഞ്ഞെടുത്തതിന്റെ പിന്നില് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഒരു ബാറമനക ഷൈഡമന എവിടെയൊക്കെ ഒതുങ്ങിപ്പോകാമായിരുന്ന നമ്മെ, എവിടെയൊക്കെ അതേ സൂത്രം തീർന്നു പോകാമായിരുന്ന നമ്മെ ദൈവം തെരഞ്ഞെടുത്തു. എന്തിനാണെന്നറിയാവോ, ദൈവത്തിന് നമ്മെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. റീബാറമനക ഷൈഡമന അതിരകമന എവിടെയൊക്കെയോ അത് ഏതൊക്കെയോ അടുക്കളയ്ക്കകത്ത് ഒതുങ്ങിപ്പോകേണ്ട നമ്മെ, അതേ എവിടെയൊക്കെയോ ഹല്ലേലൂയ തീർന്നു പോകേണ്ട നമ്മെ ദൈവം തെരഞ്ഞെടുത്തതിന് ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ഹല്ലേലൂയ അവിടെ വായിച്ചു. ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു. അതേ പ്രിയ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയെ ദൈവം അറിയുന്നു. അതേ പ്രിയ ദൈവത്തിലെ നിന്നെ ദൈവം തിരഞ്ഞെടുത്ത കേട്ടോ. അതുകൊണ്ട് ദൈവം നിന്നെ അറിയുകയാ. റമനക ഷൈഡമന ഓ റമാനക ദുരാവന വൈഡമന. അതേ കുഞ്ഞെ, അതേ നമുക്ക് ശ്രേഷ്ഠത പറയുവാൻ ഒന്നുമില്ല, പുകഴുവാൻ ഒന്നുമില്ല പ്രിയരെ. അതേ നിശ്ചയമായി ഹല്ലേലൂയ അതേ എന്നെ ദൈവം
തെരഞ്ഞെടുത്തല്ല. ഞാൻ എന്റെ ദൈവത്തിന് നന്ദി പറയുക. ഹല്ലേലൂയ സ്തോത്രം. അതേ സ്തോത്രം. നമ്മുടെ നാം പാർക്കുന്ന ദേശത്ത് അനേക വിദ്യാസമ്പന്നരുണ്ട്. അതേ അനേക ധനവാന്മാരുണ്ട്, സൗന്ദര്യമുള്ളവരുണ്ട്, പൊക്കമുള്ളവരുണ്ട്, ഉന്നത കുല ജാതന്മാരുണ്ട്. എന്നാൽ ദൈവം തെരഞ്ഞെടുത്തത് യാതൊരു ശ്രേഷ്ഠതയും പറയുവാനില്ലാത്ത, യാതൊരു കുലമഹിമ പറയുവാനില്ലാത്ത എന്നെ നിന്നെ തെരഞ്ഞെടുത്തതിന് ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചിന്തിച്ചാൽ ഹല്ലേലൂയ നമുക്കറിയാം. അതേ 1 കൊരിന്ത്യർ ലേഖനത്തില് അതേ ഇപ്രകാരം പറയുന്ന അതേ അപ്പോസ്തലനായ അതേ പൗലോസ് ഇപ്രകാരം പറയുന്നുണ്ട്. അതേ 1 കൊരിന്ത്യർ 1 അത് 27 മുതൽ വായിച്ചു വരുമ്പോൾ അവിടെ ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ വായിക്കുന്നു, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവ ലോകത്തെ ഭോഷത്വമായത് തെരഞ്ഞെടുത്തു. അതേ പ്രിയ ദൈവത്തിലെ അതേ നിശ്ചയമായി ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാനാ ഭോഷത്വമായ നമ്മെ ഓരോരുത്തരെയും ദൈവം തെരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. അതേ ജ്ഞാനികൾ ഇല്ലാത്തത് കൊണ്ടല്ല, വിദ്യാസമ്പന്നം ഇല്ലാത്തത് കൊണ്ടല്ല, പിന്നെയോ ദൈവത്തിന് നമ്മെ കുറിച്ച് ഒരു പദ്ധതി ഉള്ളത് കൊണ്ടാ. അത് എവിടെയൊക്കെയോ ഒതുങ്ങിപ്പോകാമായിരുന്ന നമ്മെ, എവിടെയൊക്കെ തീർന്നു പോകാമായിരുന്ന നമ്മെ നിശ്ചയമായി ദൈവം തെരഞ്ഞെടുത്തതിന് ഒരു പദ്ധതി ഉണ്ട് കേട്ടോ. ഷൈഡവന അതിരകമന വൈഡമന. ഹല്ലേലൂയ. അടുത്ത ചിന്തിക്കുമ്പോൾ ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവ ലോകത്തെ ബലഹീനമായി തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ദാവീദിലേക്ക് നമുക്കൊന്ന് പോകാം. നമുക്കറിയാം, ദാവീദിന് അതേസമയം 7 സഹോദരന്മാരുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇശായിക്ക് 8 പുത്രന്മാരാ. അതിലേറ്റ ഇളയവനാ ഈ ദാവീദ്. ഹല്ലേലൂയ. നമുക്കറിയാം, ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാനായിട്ട് ദൈവ കൽപ്പനയാൽ ദൈവത്തിന്റെ അരുളപ്പാടിനാൽ ശമൂവേൽ പ്രവാചകൻ ഇശായിയുടെ അടുക്കിലേക്ക് വരികയാ. ഇശായിയെ മക്കളെ യാഗത്തിന് ക്ഷണിച്ചു. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. യാഗത്തിന് ക്ഷണിച്ചപ്പോൾ അവിടെ പറയുന്നുണ്ട്, നിന്റെ പുത്രന്മാരിൽ ഒരുവനെ ദൈവ രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ അപ്പൻ ഇശായി ചെയ്തെന്താണ്? തന്റെ മൂത്ത മകനെ ആദ്യം പറഞ്ഞു വിടുകയാ. ഹല്ലേലൂയ. എലിയാബിനെ പറഞ്ഞു വിടുകയാ. ദൈവം പറഞ്ഞു, ഞാനിവനെ തെരഞ്ഞെടുത്തില്ല. 2ാമത്തെ മകനായി അമ്മിനാദാബിന് പറഞ്ഞിട്ടു. അവിടെയും പറയുന്നുണ്ട്, ഞാനിവനെ തെരഞ്ഞെടുത്തില്ല. 3ാമത്തെ മകനായ ശമ്മയെ പറഞ്ഞു വിട്ടു. അവനെ ദൈവം തെരഞ്ഞെടുത്തിട്ടില്ല. ഹല്ലേലൂയ. എന്നാൽ ഈ വന്നവരെല്ലാരും കാണാൻ നല്ല ഭംഗിയുള്ളവരും, നല്ല സൗന്ദര്യം, എന്ന് വെച്ചാൽ സൗന്ദര്യമുള്ളവരും, നല്ല പൊക്കമുള്ളവരും, തടിവുള്ളവരും ഒക്കെയാ. എന്നാൽ അവരെ കണ്ടപ്പോൾ ശമൂവേൽ പ്രവാചകൻ ചിന്തിച്ച് ഇവരായിരിക്കുമെന്ന് ദൈവം പറഞ്ഞു, ഞാൻ ഇവരെ തെരഞ്ഞെടുത്തില്ല. അവിടെ വായിക്കുന്നു, അവിടെ മുഖമോ പൊക്കമോ നോക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. നിശ്ചയമായി വീണ്ടും തനിക്കുള്ള മറ്റ് പുത്രന്മാരെയും ഇശായി കൊണ്ടുവരിക. ഹല്ലേലൂയ. എന്നാൽ ദൈവം തിരഞ്ഞെടുത്തത് യാതൊരു ശ്രേഷ്ഠതയും പറയുവാനില്ലാത്ത അതേസൂത്രം വനത്തില് അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് നടന്നതായ ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തത്. അവിടെ വായിക്കുന്നുണ്ട്. ശമൂവേൽ പ്രവാചകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇനി നിനക്ക് പുത്രന്മാരുണ്ടോ? അതുവരെ അപ്പൻ പറഞ്ഞില്ല, എനിക്കൊരു ഇളയ മകനുണ്ട്, അവൻ വനത്തിൽ ആടുകളെ മേയ്ക്കിയാകുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമേ, നിന്റെ അപ്പൻ നിന്നെ അകറ്റി നിർത്തിയാലും, നിന്റെ മാതാപിതാക്കൾ സഹോദരങ്ങൾ നിന്നെ മാറ്റി നിർത്തിയാലും, മറന്നുപോയാലും, നിന്നെ മറക്കാത്തൊരു സ്വർഗം നിന്നോട് കൂടെയുണ്ട് കേട്ടോ. ഓ റമാനക ദുരാബന വൈഡമന. ഹല്ലേലൂയ. കുഞ്ഞേ, അവിടെ നോക്കിക്കേ, അപ്പൻ അവനെ മറന്നു കളഞ്ഞു. ആ പ്രവാചകൻ ചോദിക്കുന്നത് വരെയും അവിടെ പറഞ്ഞില്ല, എനിക്കൊരു മകനുണ്ടെന്ന് പറഞ്ഞില്ല. അത് വേണമെങ്കിൽ സഹോദരന്മാർക്ക് പറയാമായിരുന്നു, നമുക്ക് ഞങ്ങൾക്കൊരു ഇളയ സഹോദരനുണ്ട് എന്ന് പറയാമായിരുന്നു. സഹോദരങ്ങൾ മറന്നു കളഞ്ഞു. അതുകൊണ്ടാണ് ദാവീദ് സങ്കീർത്തനം 22:10 പ്രകാരം പറയുന്നത്, എന്റെ അപ്പനും അമ്മ എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവയെ ചേർത്തുകൊള്ളുമെന്ന്. പ്രിയ ദൈവത്തിലെ നിശ്ചയമായി ദാവീദിനെ കുറിച്ച് ദൈവത്തിന് ആഴമായ പദ്ധതി ഉള്ളത് കൊണ്ട് അവിടെ വായിക്കുന്നുണ്ട്, അവനെ ആളയച്ച് വരുത്തുക, അവൻ വന്നിട്ടല്ലാതെ ഞാൻ പന്തിയിൽ ഇരിക്കയില്ല എന്ന് ശമൂവേൽ പ്രവാചകൻ ഇശായിയോട് പറയുക. പ്രിയ ദൈവത്തിലെ നിന്നെ മാറ്റി നിർത്തിയവ തന്നെ നിന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ, സൗന്ദര്യമില്ല എന്ന് പറഞ്ഞ, നിനക്ക് ആളിൽ പൊക്കമില്ലാത്തവനെന്ന് പറഞ്ഞ, പല കാര്യങ്ങൾ പറഞ്ഞ്
അത് ജാതിയില് അത് കുറഞ്ഞവനാണെന്ന് പറഞ്ഞ് നിന്നെ മാറ്റി നിർത്തിയെങ്കിൽ അവിടെ മുമ്പിൽ മാനിക്കുന്ന ഒരു സ്വർഗമുണ്ട്. നീ വന്നിട്ടല്ലാതെ ഞാൻ പന്തിയിൽ ഇരിക്കയില്ല എന്ന് പറയുന്ന നാളുകൾ അതിവിദൂരമല്ല എന്ന് എന്നെ കേൾക്കുന്ന ദൈവദാസിമാരോട്, ദൈവദാസന്മാരോട്, എന്റെ സഹോദരന്മാരോട്, മാന്യമിത്രങ്ങളോട് ദൈവത്തിനാണ് വ്യക്തമായ ആലോചന അറിയിക്കുക. കുഞ്ഞെ, എവിടെ നിന്നെ മാറ്റി നിർത്തിയോ അവിടെ മുമ്പിൽ തന്നെ നിന്നെ മാനിക്കുന്ന ഒരു സ്വർഗമുണ്ട്. അത് അവിടെ വായിക്കുന്ന ഇപ്രകാരമാണ്: അവനെ ആളയച്ച് വരുത്തി. അടുത്ത് പറയുക, അത് അവിടെ വായിക്കുന്ന ഇപ്രകാരമാ എന്നാണ്: തന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച അവനെ അഭിഷേകം ചെയ്തു. ശൈലം എവിടെ വെച്ച? അത് സ്വന്തം സഹോദരന്മാരുടെ നടുവിൽ വെച്ച അത് അവനെ മറന്നു കളഞ്ഞ, മാനിക്കാത്ത ആ കാലഘട്ടത്തില് ആട്ടിടയെന്ന് പറയുന്നത് അതേസമയം വളരെ തരം താണ ഒരു ജോലി പോലെ കണക്കാക്കിയ ഒരു ജോലിയാണ് ആട്ടിടയൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു കഴിവുമില്ലാത്ത ദാവീദിനെ ഏൽപ്പിച്ച ഒരു ജോലിയാണ് അത് ഈ ആട്ടിടയൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആടുകളെ മേയ്ക്കുവാൻ. എന്നാൽ പ്രിയ ദൈവത്തിലെ, നിന്നെ എവിടെ മാറ്റി നിർത്തിയിരിക്കുന്നോ, എവിടെ നിന്നെ അത് അകറ്റി നിർത്തിയിരിക്കുന്നോ, അത് പല കാരണങ്ങൾ പറഞ്ഞ് നിന്നെ മാറ്റി നിർത്തിയിരിക്കുന്നോ, അവിടെ തന്നെ, അവിടെ നടുവിൽ തന്നെ നിന്നെ മാനിക്കുന്ന ഒരു സ്വർഗമുണ്ട്. അതരഗമന വൈഡമന എന്ന് കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നിന്നെ മാനിക്കുന്ന ഒരു സ്വർഗമുണ്ട് കേട്ടോ. അതേ എലിസബത്ത് എന്ന് പേരുള്ള ഡിവൈസിലെ വ്യക്തിയോട് ദൈവത്താൽമ വ്യക്തമായ ആലോചന അറിയിക്കുന്നത്, നിന്നെ മാനിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ശൈഡമന അതരഗമന വൈഡമന. അത് നിശ്ചയമായി അതേ നിന്നെ നിന്ദിച്ചോടെ മധ്യത്തില്, പരിഹസയുടെ മധ്യത്തില് നിന്നെ ഉയർത്തുന്ന ഒരു സ്വർഗമുണ്ടെന്ന് അതരഗമന വൈഡമന വ്യക്തമായി ആ ഡിവൈസിലെ വ്യക്തിയോട് ദൈവത്തിന് വ്യക്തമായി ആലോചന അറിയിക്കുക. അതരഗമന വൈഡമന. അതേ പ്രിയ ദൈവത്തിലെ നിശ്ചയമായി ആ ദാവീദിനെ ദൈവം തെരഞ്ഞെടുത്തു. എന്താ കാരണം? എന്താ? ഈ വനത്തിലായിരുന്ന ദാവീദ്, അതോ ഞാൻ ഒറ്റപ്പാറ്റ് പോയല്ലോ, അതേ സ്വതന്ത്രം എന്റെ അപ്പൻ എന്നെ വേണ്ടല്ലോ, എന്റെ സഹോദരന്മാർക്ക് എന്നെ വേണ്ടല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നില്ല കേട്ടോ. ദാവീദ് അവിടെ സ്വതന്ത്രം അപ്പന്റെ ആളുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതേ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, ദൈവത്തെ സ്വതന്ത്രം മഹത്വപ്പെടുത്തുന്ന ഒരു വ്യക്തിയായിരുന്നു, ദൈവത്തെ പാടി സ്തുതിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, കിന്നരമായിരിക്കുന്ന വ്യക്തിയായിരുന്നു. അതേ പ്രിയ ദൈവത്തിലെ നിശ്ചയമായി ഹല്ലേലൂയ, അതേ നിശ്ചയമായി നിന്നെ മാനിക്കുന്ന ഒരു സ്വർഗമുണ്ട്. അത് നിന്നെ എവിടെയൊക്കെ മാറ്റി നിർത്തിയിരിക്കുന്നുവോ, എവിടെയൊക്കെ നിന്നെ കൊള്ളില്ല എന്ന് പറയുന്നുവോ, അവിടെ തന്നെ നിന്നെ മാനിക്കുന്ന ഒരു സ്വർഗമുണ്ട് കേട്ടോ. നിന്നെ ഉയർത്തുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവം, എന്റെ ഒരു അനുഭവം കൂടി പറഞ്ഞോട്ടെ. ഹല്ലേലൂയ. ശരിക്കും പറഞ്ഞാൽ ഹല്ലേലൂയ, അതേ സ്വരം എനിക്ക് വലിയ ആസ്വത്രം അത് ഈ ഫേസ്ബുക്കിൽ കാണുമ്പോഴത്തെ സ്വത്രം, അത് എനിക്ക് സ്വത്രം ഈ ഒരു വലിയ ഇതൊന്നുമില്ല. ഹല്ലേലൂയ സ്വത്രം. അതേ എന്നെ നേരിട്ട് കാണുന്നവർക്കേ എന്നെ മനസ്സിലാകത്തുള്ളൂ. ഹല്ലേലൂയ സ്വത്രം. അത് എനിക്കത് പറയുന്നതിൽ യാതൊരു ലജ്ജയില്ല. കാരണം ദൈവം എന്നെ ഹല്ലേലൂയ ദൈവത്തിന്റെ സൃഷ്ടിയായി ദൈവം എന്നെ സൃഷ്ടിച്ചുവെങ്കിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ. അതേ വലിയ സൗന്ദര്യമോ പൊക്കമോ ഒന്നുമില്ലാത്തൊരു വ്യക്തിയാ. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന് എന്നെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു, എന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അതേ ഞങ്ങൾ സ്വതന്ത്രം, അതേ ഞാൻ കുടുംബമായാണ് അത് ബൈക്കോളജി പഠിച്ചത്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ അവിടെ അത് ഏറ്റവും പൊക്കം കുറഞ്ഞൊരു വ്യക്തി ഞാനായിരുന്നു പഠിച്ചിട്ട് ഗ്രാജുവേഷൻ സമയത്ത്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ നമുക്കറിയാലോ ഗ്രാജുവേഷന്റെ അതേ സ്വതന്ത്രം ഒരു സ്വതന്ത്രം ആ ഡ്രസ്സിന്റെ ഒക്കെ അത് അറിയാമല്ലോ. ഹല്ലേലൂയ. ആ ഡ്രസ് ഇട്ട് നിന്നപ്പോൾ ഒരു മാതാവ് സ്വതന്ത്രം എന്നോട്, ഞങ്ങളുടെ കൂടെ പഠിച്ചതാ, ആ മാതാവ് എന്ന് ചോദിച്ച ചോദ്യം ഇതാണ്. എന്താണെന്നറിയാവോ? അത് റീനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മുട്ടൂത്തി നിൽക്കുകയാണെന്ന്. കാരണം എന്താണെന്നറിയാവോ? ഞാൻ അത് പൊക്കത്തിൽ അതിസ്വത്രം, ഞാൻ പൊക്കം കുറഞ്ഞ വ്യക്തിയാണ്. എനിക്കത് പറയുന്നതിൽ യാതൊരു ലജ്ജയില്ല. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ സ്വത്രം എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഞാനത് പറയാൻ കാരണമുണ്ട് കേട്ടോ. എന്താണെന്നറിയാവോ? ഹല്ലേലൂയ സ്വത്രം. അതേ സ്വത്രം എനിക്ക് വല്ലാത്തൊരു അപകർഷത ബോധം തോന്നിപ്പോയി, എനിക്ക് വല്ലാത്തൊരു ഭാരം തോന്നിപ്പോയി. കാരണം അത് എന്നെക്കാളും ശ്രേഷ്ഠരായ, എന്നെക്കാളും പൊക്കമുള്ള വ്യക്തി ജീവിതങ്ങളാ അവിടെ നിൽക്കുന്നതാ. എന്നാൽ എനിക്ക് പൊക്കമില്ലല്ലോ എന്ന് ഞാൻ വല്ലാതെ ഭാരപ്പെട്ടു. അപ്പോൾ ദൈവാത്മാ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ. കുഞ്ഞേ, അത് പൊക്കം സ്വതന്ത്രം പൊക്കത്തിലല്ല, അത് നിന്റെ മേലൊരു ദാവീദിന്റെ മേലുള്ള ഒരു അഭിഷേകം നിന്റെ മേൽ കിടപ്പുണ്ടെന്ന്. റിബാറമനക ഷൈഡമന അതരകമന വൈഡമന. കുഞ്ഞേ, അത് നിശ്ചയമായി കല്ല നിന്റെ സൗന്ദര്യത്തിലോ പൊക്കത്തിലോ ഒന്നും അല്ല ദൈവം നോക്കുന്ന. അവിടെ വായിച്ചതോ അവന്റെ മുഖമോ പൊക്കമോ നോക്കരുതെന്ന്. ഹല്ലേലൂയ. അതേ സ്വതന്ത്രം ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. അതെ, ഞങ്ങൾ 12 പേരായിരുന്നു അന്ന്
ഗ്രാജുവേഷൻ സമയത്ത് ഉണ്ടായിരുന്നു. എന്നാൽ അത് ദൈവം ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരുന്ന വ്യക്തി ഞാനും എൻ്റെ കുടുംബം എനിക്ക് ധൈര്യത്തോടെ പറയുവാൻ കഴിയാം. അത് യാതൊരു ശ്രേഷ്ഠതയും പറയുവാനില്ലാത്ത, അത് യാതൊരു മഹത്വം പറയുവാനില്ലാത്ത ഞങ്ങൾ ദൈവത്തെ ഉപയോഗിച്ചതിന് ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടെന്ന്. അത് രകമനമായിട്ട് പലപ്പോഴും പല മാറ്റി നിർത്തലുകളും പലപ്പോഴും നിറത്തിന്റെ പേരല്ല, അത് പല വിഷയങ്ങളുടെ പേരിൽ മാറ്റി നിർത്തൽ അനുഭവപ്പെട്ട വ്യക്തിയാ. എന്നാൽ നിശ്ചയമായി അവിടെ മുമ്പിൽ തന്നെ എന്റെ ആരൊക്കെ എന്നെ മാറ്റി നിർത്തിയോ അവിടെ മുമ്പിൽ ഞാനൊരു മാന്യപത്രമാ റിബാറമനകൈഡമന. അവിടെ മുമ്പിൽ എന്റെ കുടുംബത്തിന്റെ മുമ്പിൽ, എന്റെ ചാർച്ചക്കാരുടെ മുമ്പിൽ എനിക്ക് ധൈര്യത്തോടെ പറയാം, എന്നെ മാറ്റി നിർത്തിയവിടെ മുമ്പിൽ നിശ്ചയമായി എന്നെ സ്വർഗം മാനിച്ചു. ഹല്ലേലൂയ. അതേ എന്നെ പരിഹസിച്ചവിടെ മുമ്പിൽ ദൈവം ആ ദേശത്ത് എന്നെ കൊണ്ടുപോയി മാനിക്കുമെന്നൊക്കെ ഇടയായി തീർന്നു. അവിടെ മുമ്പിൽ അതേ വചനമായി നിൽക്കുവാൻ ദൈവം എന്നെ കൊണ്ടുപോകുക എന്നൊക്കെ ഇടയായി തീർന്നു. അതേ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിന്നെ എവിടെ മാറ്റി നിർത്തിയിരിക്കുന്നു, എവിടെ നിന്നെ ഒന്നിന് കൊള്ളില്ല എന്ന് പറയുന്നു, അവിടെ മധ്യത്തിൽ തന്നെ നിന്നെ മാനിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ വായിച്ചു, ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവ ലോകത്തെ ഭോഷത്വമായി തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവ ലോകത്തെ ബലഹീനമായി തിരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവ ലോകത്തെ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്ത തിരഞ്ഞെടുത്തു. അതേ പ്രിയ ദൈവത്തിലെ എന്നെയും നിന്നെയും ദൈവം തിരഞ്ഞെടുത്തതിനോ ദൈവത്തിന് ആഴമായ പദ്ധതിയുണ്ടെന്നേ. അത് ചിലപ്പോൾ കാണുവാൻ യാതൊരു ലുക്കും ഉണ്ടായിരിക്കത്തില്ല, പേഴ്സണാലിറ്റി ഇല്ലായിരിക്കാം, എന്നാൽ നിന്നെ അത് ഉപയോഗിക്കുന്ന ഒരു സ്വർഗമുണ്ട്, നിന്നെ മഹത്വപ്പെടുത്തുന്ന ഒരു സ്വർഗമുണ്ട്. ഈ നാളുകൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അത് 2025 നീ ഒരു മഹത്വമായി തീരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്നെ മഹത്വമാക്കി തീർക്കുവാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ടെന്ന്. ആർക്കും ഒന്നിനു കൊള്ളില്ല എന്ന് പറഞ്ഞ കഴുതക്കുട്ടിയെ യേശു കർത്താവ് ഉപയോഗിച്ചപ്പോൾ, അത് കഴുതക്കുട്ടിയുടെ പുറത്ത് യേശു കർത്താവ് കയറിയപ്പോൾ കഴുതയ്ക്ക് ഒരു മാന്യത ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ അത് പരിശുദ്ധാത്മാവിനെ നീ വഹിക്കുന്നുവെങ്കിൽ, യേശു കർത്താവിനെ നീ വഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിശ്ചയമായി നിനക്കൊരു മാന്യത ലഭിക്കും. അതേ നിശ്ചയമായി അതിൽ ലജ്ജ കൂടാതെ ഈ വേദപുസ്തകത്തിൽ നീ ചുമക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, മാറോട് ചേർക്കുന്ന വ്യക്തിയാണെങ്കിൽ നിശ്ചയമായി നീ പരാജയപ്പെട്ടു പോകത്തില്ല. അതിൽ നിന്നെ മാനിക്കുന്ന ഒരു സ്വർഗമുണ്ട്. അത് നിശ്ചയമായും അതേ ഈ കാലഘട്ടം നീ വേദപുസ്തകം ചുമന്നാൽ, അതേ നിന്റെ വാർദ്ധക്യ കാലത്ത് ഈ വേദപുസ്തകം നിന്നെ ചുമക്കും. അതേ ഒന്നിനു കൊള്ളില്ല എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്നെ മാനിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഈ വേദപുസ്തകം എടുത്തവരാരും അതെ പരാജയപ്പെട്ടു പോയിട്ടില്ല. അവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. അതേ കുഞ്ഞെ, നീ വേദപുസ്തകം ചുമക്കുന്നത് കൊണ്ട് നിന്റെ തലമുറ ഒരിക്കലും പരാജയപ്പെട്ടു പോകത്തില്ല. ഹല്ലേലൂയ. ദൈവാത്മാ മറ്റു ഭാഗത്തേക്ക് എന്നെ കൊണ്ടുപോകുക, സമയം പൊയ്ക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ഒരു യാത്ര കഴിഞ്ഞ് അതേ മറ്റൊരു ഭവനത്തിൽ വന്ന് അവിടെ ഇരുന്നു കൊണ്ടാണ് വചനം സൂക്ഷിക്കുന്നത്. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ നമുക്ക് ചിന്തിക്കാം. അതേ യേശു കർത്താവിന്റെ ക്രൂശ് നിർബന്ധമായി ചുവന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. ആരെന്നറിയാവോ? കുറേനക്കാരൻ ശീമോൻ. ഹല്ലേലൂയ. ആ കുറേനക്കാരൻ ശീമോൻ യേശു കർത്താവിന്റെ ക്രൂശ് ചുമന്നത് കൊണ്ട് അവന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുവാന്നൊക്കെ ഇടയായി തുടർന്നു. അവർ പ്രസിദ്ധരായ റൂഫോസും അലക്സാണ്ടറും എന്ന പേരുള്ള 2 മക്കൾ അവന് ഈ ശീമോനിൽ നിന്ന് ദൈവം അനുഗ്രഹിപ്പാന്നൊക്കെ ഇടയായി തുടർന്നു. അതേ പ്രിയ ദൈവത്തിലെ, നീ ദൈവത്തിന്റെ ക്രൂശ് വഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ അത് നിശ്ചയമായി നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. അതേ കുഞ്ഞെ, നീ പരാജയപ്പെട്ടു പോകത്തില്ല. നീ ഇത് നിശ്ചയമായും ദൈവത്തെ നിശ്ചയമായി ആശ്രയിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവം നിന്നെ അറിയും. എന്റെ വിഷയം ഇതായിരുന്നു, ദൈവം ആരെയെല്ലാം അറിയുന്നു. ഒന്ന്, നാം ചിന്തിച്ചു, തങ്ങൾ ആശ്രയിക്കുന്നവരെ ദൈവം അറിയുന്നു. 2, തനിക്കുള്ളവരെ കർത്താവ് അറിയുന്നു. 3, ഞാൻ തെരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു എന്ന് വെച്ചാൽ ദൈവം തെരഞ്ഞെടുത്തവരെ ദൈവം അറിയുന്നു. അതേ പ്രിയ ദൈവത്തിലെ, നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അതേ വായിച്ച ഗുരുവാക്യത്തിലേക്ക് വരാം. നഹൂം 1:7, യഹോവ നല്ലവനും കഷ്ടദിവസത്തെ ശരണവുമാകുന്നു, തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. അതേ പ്രിയ ദൈവത്തിലെ, നാം ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം നമ്മെ അറിയാം. ഹല്ലേലൂയ. നാം ദൈവത്തിലുള്ളവരാണെങ്കിൽ ദൈവം നമ്മെ അറിയാം. അത് നിന്റെ ജീവിത പങ്കാളി നിന്റെ അറിഞ്ഞില്ല എങ്കിലും, നിനക്കുള്ളവർ നിന്നെ അറിഞ്ഞില്ല എങ്കിലും, നിന്റെ മക്കൾ
മക്കൾ നിന്നെ അറിഞ്ഞില്ല എങ്കിലും നിന്നെ അറിയുന്നൊരു സ്വർഗമുണ്ട്. അത് നിശ്ചയമായും അടുത്ത വായിച്ചോ, അത് ദൈവം തിരഞ്ഞെടുത്തവരെ ദൈവം അറിയുന്നു. ദൈവം നിന്നെ തിരഞ്ഞെടുത്തുവെങ്കിൽ ദൈവം നിന്നെ അറിയുന്നു. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ നാളുകളിൽ നിന്നെ മാനിക്കുന്ന ഒരു സ്വർഗമുണ്ട്. നിശ്ചയമായി നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. അത് നിശ്ചയമായി അത് നിന്റെ വിഷയത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട്. അത് നിശ്ചയമായി നിന്റെ വിഷയത്തിലല്ല, യഹോവ നല്ലവനാ, കഷ്ടത്തിൽ ശരണമായി നിന്നോട് കൂടെയുണ്ട്. അതേ പ്രിയ ദൈവമക്കളെ, അതേ തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. അടുത്ത നാം ചിന്തിച്ചോ, അതേ കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. അടുത്ത നാം ചിന്തിച്ചോ, അതേ ദൈവം തെരഞ്ഞെടുത്തവരെ ദൈവം അറിയുന്നു. അതേ പ്രിയ ദൈവം, നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാമോ? നമുക്ക് പ്രാർത്ഥിക്കാം. ഓ സ്നേഹവാനായി സ്വർഗീയ നല്ല പിതാവേ, ഇത്രത്തോളം അങ്ങയുടെ ശനിവാചനമായി നിൽപ്പാൻ അടിയിടയാക്കിനായി സ്തോത്രപ്പ. ദൈവമേ, ഇത്രത്തോളം അനുഗ്രഹിച്ച് മാനിച്ച കൃപയ്ക്കായി സ്തോത്രപ്പ. കർത്താവെ, യാതൊരു കർത്താവ് യോഗ്യത പറയുവല്ലാത്ത ചേറ്റിൽ കിടന്നതായ കർത്താവ് എവിടെയെല്ലാം ഒതുങ്ങിപ്പോകാമായിരുന്നു കർത്താവെ ഞങ്ങളെ. കർത്താവ് എവിടെയൊക്കെയോ തീർന്നു പോകാമായിരുന്നു ഞങ്ങളെ. കർത്താവെ കൂട്ടി യോജിപ്പിച്ച കർത്താവെ, ഹല്ലേലൂയ. കർത്താവ് അങ്ങേക്ക് ചോദ്യപ്പെടുവാനും അങ്ങൊരിക്കത്തെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുകയാണ്. പരിശുദ്ധ അവന്റെ സ്ഥാനത്ത് കൂടിരുന്ന അങ്ങ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്റെ ഭക്തയുടെ കരമിറങ്ങി പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പ ഇത്രത്തോളം അങ്ങയുടെ വചനമായി നിൽപ്പാൻ അടിയനെ